ഈ ഒരു അനുഭവം എനിക്ക് സംഭവിക്കുന്നത് എനിക്ക് 13 വയസ്സുള്ളപ്പോഴാണ്. എൻ്റെ വീട്ടിൽ ഞാൻ, പിന്നെ എൻ്റെ 3 സിബ്ലിങ്സ്, പിന്നെ എൻ്റെ അച്ഛനും അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ വീട്ടിൽ 3 മുറികളായിരുന്നു ഉണ്ടായിരുന്നത്. ഹാളിൻ്റെ അടുത്തുള്ള മുറിയിൽ ഞാനായിരുന്നു കിടന്നത്. പിന്നെ മറ്റുള്ള മുറികളിൽ എൻ്റെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ സിബ്ലിങ്സുമായിരുന്നു കിടന്നത്. എൻ്റെ വീടിൻ്റെ തറയാണെങ്കിൽ മരം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ എൻ്റെ മുറിയിൽ മുകളിലും താഴെയുമായിട്ട് 2 വെൻറ്റുകളുണ്ട്. ചിലപ്പോൾ ആരോ അതിലെ കൂടെ എന്നെ നോക്കുന്ന ഒരു ചിന്ത എനിക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷെ എല്ലാ നേരവും അതെൻ്റെ ചിന്തയായിട്ടാണ് ഞാൻ കരുതാറുള്ളത്. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. സമയം ഏകദേശം 6 മണിയായി കാണും. ഞാൻ എൻ്റെ മുറിയിലെത്തെ ബെഡിൽ കയറിയിരുന്ന് എൻ്റെ മാത്സിലെ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ എനിക്ക് 13 വയസ്സുണ്ടാകും. അപ്പോൾ ആ സമയത്തായിരുന്നു ആരും ചിരിക്കുന്നൊരു ശബ്ദം ഞാൻ കേട്ടത്. ആ സമയം ഞാൻ വീട്ടിലൊറ്റക്കായിരുന്നു. എൻ്റെ സിബ്ലിങ്സും പാരൻസും ആണെങ്കിൽ പുറത്ത് മാർക്കറ്റിൽ സാധനം വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. അവർ തിരിച്ചെത്തേണ്ട യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരായിരിക്കും ചിരിച്ചത്? അതെൻ്റെ തോന്നലാണെന്ന് ഞാൻ കരുതി. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ചിരിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുകയാണ്. അതൊരു കുട്ടിയുടെ ശബ്ദമായിരുന്നു. ഞാൻ ആദ്യം എനിക്ക് തോന്നിയതാണെന്നാണ് കരുതിയത്. പക്ഷേ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഇമാജിൻ ചെയ്യേണ്ട യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞു. ഞാൻ ആ ഒരു സംഭവം മറക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോഴാണ് വീണ്ടും കുറച്ച് ശബ്ദത്തിൽ ചിരിക്കുന്ന ശബ്ദം ഞാൻ കേട്ടത്. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ഞെട്ടിവിറച്ചു. എൻ്റെ മനസ്സിൽ ഭയം ഉയർന്നു വരുവാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് എൻ്റെ റൂമിൽ മുകളിലത്തെ വെൻറ്റിൽ നിന്നും എന്തൊരു ശബ്ദം ഞാൻ കേട്ടത്. ഞാനപ്പോൾ വെൻറ്റിലോട്ടേക്ക് നോക്കി. അപ്പോൾ ഞാൻ കണ്ടു 2 ചുവന്ന കണ്ണുകൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. അത് കണ്ടപ്പോഴേക്കും ഞാൻ ഭയന്ന് വിറച്ചു. ഞാൻ ഹാളിലോട്ടേക്ക് അലറിയോടി. ആ സമയം കൊണ്ട് തന്നെ എൻ്റെ പാരൻസും പിന്നെ സിബ്ലിങ്സും വീട്ടിൽ എത്തിയിരുന്നു. ഞാൻ അവരോട് ഈ ഒരു കാര്യം പറഞ്ഞു. പക്ഷേ അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ദിവസം എനിക്ക് ആ ഒരു മുറിയിൽ ഉറങ്ങാൻ വേണ്ടി തോന്നിയില്ല. ഞാൻ ആ ദിവസം എൻ്റെ പാരൻസിൻ്റെ മുറിയിലാണ് ഉറങ്ങിയത്. അങ്ങനെ അടുത്ത ദിവസം രാത്രി ഞാൻ TV കാണുകയായിരുന്നു. സമയം ഏകദേശം 11 മണിയായി കാണും. ഞാൻ ഫുട്ബോൾ മാച്ച് കാണുകയായിരുന്നു. എൻ്റെ പാരൻസ് ഉറങ്ങാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. എൻ്റെ സിബ്ലിങ്സ് ആണെങ്കിൽ ക്രിക്കറ്റിലായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. ഫുട്ബോളിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മാത്രമാണ് ആ ഒരു ഫുട്ബോൾ മാച്ച് കാണുവാൻ വേണ്ടി ഇരുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് തീരുകയാണ്. കുറച്ച് നേരം ബ്രേക്കായിരുന്നു. അങ്ങനെ ഞാൻ കിച്ചണിൽ പോയി വെള്ളം എടുത്ത് കുടിച്ചു. അങ്ങനെ ഹാളിൽ വീണ്ടും വന്നിരുന്ന് മാച്ച് കാണുവാൻ വേണ്ടി തുടങ്ങി. പക്ഷെങ്കിൽ ഇപ്പോൾ ബ്രേക്കായിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും റെസ്യൂമാവുക. അപ്പോൾ എനിക്ക് ചെറുതായി ഉറക്കം വന്നു. അങ്ങനെ ഞാൻ മയങ്ങിപ്പോവുകയാണ്. ഞാൻ കണ്ണു തുറക്കുമ്പോൾ TV ഓഫായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ക്ലോക്കിലോട്ടേക്ക് നോക്കി. സമയം 3:33. ആ സമയം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല. എൻ്റെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങി. അങ്ങനെ രാവിലെ ഞാൻ എഴുന്നേറ്റു. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ആ സമയം ഹാളിൽ ഒറ്റക്കായിരുന്നു. പിന്നെ ആരാണ് TVയും ഫാനും ഓഫാക്കിയിട്ടുണ്ടാവുക? ഞാൻ ഈ ഒരു കാര്യം എൻ്റെ പാരൻസിനോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ ആരും ഹാളിൽ വന്നിട്ടില്ല എന്നാണ്. എൻ്റെ സിബ്ലിങ്സും ഈ ഒരു കാര്യം തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഈ ഒരു സംഭവം നടന്നിട്ട് ഏകദേശം 10 വർഷം കഴിഞ്ഞു. ഈ ഒരു സംഭവത്തോടെ നമ്മൾ ആ ഒരു വീട്ടിൽ നിന്നും മാറുകയാണ്. ഞാൻ എൻ്റെ ഈ ഒരു അനുഭവം എൻ്റെ സിബ്ലിങ്സിനോട് പങ്കുവെച്ചു. അപ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. അത് മറ്റൊന്നും ആയിരുന്നില്ല. അവരും രാത്രി ആരോ ചിരിക്കുന്ന ശബ്ദം കേട്ട് എഴുന്നേക്കാറുണ്ട് അത്രേ. പിന്നെ അവർ വെൻറ്റിലോട്ടേക്ക് നോക്കുമ്പോൾ 2 ചുവന്ന കണ്ണുകൾ അവരും കാണാറുണ്ട്.